ഇവിടെ ബദർ യുദ്ധം നടത്തിയത് ഭീകരതയല്ല, തീവ്രതയല്ല. ഉഹദ് നടന്നത് ഭീകരന്മാരുടെ പ്രവൃത്തിയല്ല. മുസ്ലിം സമുദായം ഭീകരപ്രവർത്തനം ചെയ്തതുകൊണ്ടല്ല. നിങ്ങൾ നോക്കൂ, ബദർ യുദ്ധത്തെ സംബന്ധിച്ച് ഖുർആൻ സൂറത്ത് തൗബയിൽ പറഞ്ഞത് അലാ തുഖാതിലൂന ഖൗമൻ നഖഫു അയ്മാനഹും വഹമ്മൂ ബിഇഖ്റാജിർ റസൂൽ വഹും ബദഊകും അവ്വല മർറ. വളരെ ഗൗരവമായി കൈകൾ ചിന്തിക്കണം. നേരം കൊടുത്താൽ നാം കേൾക്കുന്നത്, പത്രത്തിൽ വായിക്കുന്നത്, റേഡിയോയിൽ കേൾക്കുന്നത് എല്ലാം ഇതാണ്. ഖുർആൻ യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചു. ഇസ്ലാം യുദ്ധം ചെയ്തുകൊണ്ട് മതം പ്രചരിപ്പിച്ചു, വെട്ടിപ്പിടിച്ചു. ഭാഷാക്കല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത് കണ്ടോ? യുദ്ധം ചെയ്യാനുള്ള കാരണം അല്ലാഹു തന്നെ പഠിപ്പിക്കുന്നത് കണ്ടോ? അല്ലാഹു ചോദിക്കുന്നു, അലാ തുഖാതിലൂന ഖൗമൻ, ഒരു ജനതയോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ലേ? നഖഫു അയ്മാനഹും, അവരുടെ സത്യവും ഉടമ്പടിയും അവർ പൊളിച്ചു. വഹമ്മൂ ബിഇഖ്റാജിർ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ നാട്ടിൽ നിന്ന്, പരിശുദ്ധ മക്കയിൽ നിന്ന് നാട് കടത്താനുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്തു. അവർ തീരുമാനിച്ചു, പ്രവർത്തിച്ചു. അവരോട് യുദ്ധം ചെയ്യുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അല്ലാഹു പറയുന്നു, വഹും ബദഊകും അവ്വല മർറ, അവരാണ് കേട്ടോ ആദ്യമായി യുദ്ധം തുടങ്ങിയത്. പത്രക്കാരും ജനങ്ങളും മുഴുവൻ മനസ്സിലാക്കണം. വഹും ബദഊകും അവ്വല മർറ, അവരാണ് യുദ്ധം ആദ്യമായി തുടങ്ങിയത്. ഒരു ചെറിയ കാര്യം ഞാൻ പറയട്ടെ. പരിശുദ്ധ മക്കയിലാണ് ശപിക്കപ്പെട്ട അബൂജഹൽ ജനിച്ചത്. ആ അബൂജഹൽ ജനിച്ച നാട്ടിൽ അല്ലാഹു അല്ലാതെ നിരവധി വസ്തുക്കളെ ഇലാഹുകളാക്കാമെന്ന്, ആരാധിക്കാമെന്ന് അബൂജഹൽ പറയുമ്പോൾ, ശിർക്കിന്റെ പ്രചാരണം നടത്തുമ്പോൾ, ശിർക്കിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ, അതേ മക്കയിൽ തന്നെ ജനിച്ച, ആ രാജ്യത്തിന്റെ പൗരത്വമുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൗഹീദിന്റെ പ്രചാരണം നടത്താൻ പാടില്ലെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ബുദ്ധിപരമായി നിങ്ങളൊന്ന് ആലോചിച്ചു. മക്കയിൽ ജനിച്ചതാണല്ലോ രണ്ടുപേരും. ഒരാൾ ശിർക്കിലേക്ക് ജനങ്ങൾ ക്ഷണിക്കും, മറ്റൊരാൾ തൗഹീദിലേക്ക് ക്ഷണിക്കും. അപ്പോ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് മണ്ടിപ്പോകരുത്, ശബ്ദിച്ചു പോകരുത്. ശബ്ദിച്ചാൽ ഞങ്ങൾ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് അബൂജഹൽ പറഞ്ഞാൽ അതൊരിക്കലും ന്യായമല്ല. അതാണ് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ പഠിപ്പിച്ചത്. നഖഫു അയ്മാനഹും, അവരുടെ ഉടമ്പടികളെ പൊളിച്ചു. വഹമ്മൂ ബിഇഖ്റാജിർ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാട് കടത്താനും അവിടെ നിന്ന് പറഞ്ഞേക്കാനും കലിമത്തു തൗഹീദ് ശബ്ദിക്കരുതെന്ന് പറയാൻ അവർ ആവശ്യമായതൊക്കെ ചെയ്തു. അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചു. എന്നിട്ട് വഹും ബദഊകും അവ്വല മർറ, ആദ്യമായി യുദ്ധം തുടങ്ങുകയും അവർ തന്നെ ചെയ്തു. അപ്പോൾ അവർ ആദ്യമായി തുടങ്ങിയ യുദ്ധം, ആ യുദ്ധത്തിന്റെ ഡിഫൻസ്, അതിന്റെ പ്രതികാരം
അതിന്റെ പ്രതിരോധം അതായിരുന്നു ഗസ്വത്ത് ബദറിലൂടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു. അതുപോലെ സഹാബത്തിന്റെ സ്വത്ത് പിടിച്ചെടുത്ത്, സഹാബത്തിന്റെ സ്വത്തുക്കൾ പലതും പിടിച്ചെടുത്ത് കൈവശപ്പെടുത്തി അതുമായി കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കുകയും ഐശ്വര്യം വർദ്ധിപ്പിച്ചു നാട്ടിലുള്ള മുസ്ലിംകളെ മുഴുവനും കൊന്നൊടുക്കണമെന്ന് ശ്രമിച്ചപ്പോൾ ആ സമ്പത്ത് തിരിച്ചുപിടിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ സഹാബത്തിൽ നിന്ന് പിടിച്ചെടുത്ത സമ്പത്തുകൾ തിരിച്ചുപിടിക്കുകയും സഹാബത്തിനോട് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചവരോട്, തുടങ്ങിയവരോട് പ്രതിരോധം എന്ന നിലക്ക് ഗസ്വത്ത് ബദർ നടത്തുകയുമാണ് ചെയ്തത്. അത് തന്നെയാണ് ഉഹദിലും ഹുനൈനിലും ഖന്തക്കിലും ഖൈബറിലും എല്ലാ തരത്തിലും ഉണ്ടായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും യുദ്ധം ആവശ്യമില്ലാതെ അടിച്ചമർത്തുന്ന പ്രധാനമല്ല. പ്രകോപിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിലേക്ക് ആളുകളെ വർദ്ധിപ്പിച്ചിട്ടില്ല. പ്രലോഭനം കൊണ്ട് ആളുകളെ ഇസ്ലാമിലേക്ക് ചേർത്തിയിട്ടില്ല. പരിശുദ്ധ ഖുർആൻ തുറന്നു വച്ചിരിക്കുന്നു. ആ ഖുർആനിന്റെ സിദ്ധാന്തത്തിലേക്ക് നിങ്ങൾ അടുത്തു വരൂ, ഖുർആനിനെ നിങ്ങൾ പഠിക്കൂ. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതുപോലെ, അഇമ്മത്ത് അർബഅത്ത് പഠിപ്പിച്ചതുപോലെ, സഹാബത്ത് പഠിപ്പിച്ചതുപോലെ, പ്രശസ്തരായ സ്വാലിഹീങ്ങൾ ഔലിയാക്കൾ മഹത്തുക്കൾ പഠിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ നാം സന്നദ്ധരാവുക, നാം മുന്നോട്ട് വരിക. എങ്കിൽ ഇവിടെ നാശമില്ല, എങ്കിലിവിടെ ഫിത്നയില്ല, എങ്കിലിവിടെ ഭീകരതയില്ല, തീവ്രതയില്ല. ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിനോട് തുല്യമായ ഒരു വാചകം, ഒരു സൂറത്തിരിക്കട്ടെ, ഒരു വാക്ക്, ഒരു സൂത്രം കൊണ്ടുവരാൻ കഴിവുള്ളവർ ആരുടെ ലോകത്ത്? ഒരിക്കലും സാധ്യമല്ല. ഇപ്പോൾ അവർ ഖുർആൻ എന്ന് പറഞ്ഞുണ്ടാക്കിയ ആ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമുക്കതൊന്ന് വെച്ച് ചർച്ച ചെയ്യാം. 30 കൊല്ലത്തെ പരിശ്രമം കൊണ്ടാണ് പോലും ഈ ഖുർആനിനെതിരായി ഇപ്പോൾ അവർക്ക് ഗ്രന്ഥമുണ്ടാക്കിയത്. 30 കൊല്ലമായി തുടങ്ങിയിട്ട് എത്രയോ വലിയ പണ്ഡിതന്മാർ, അവരുടെ മിഷനറി പ്രവർത്തകന്മാർ, പണ്ഡിതന്മാർ ഇരുന്ന് അവർ ഉണ്ടാക്കിയെടുത്ത ഈ ഗ്രന്ഥം ഒരൊറ്റ ആയത്ത് പോലും ഖുർആനിനോട് കടപിടിക്കാത്തതാണ്. എങ്കിൽ ഖുർആനിന്റെ ഉയർച്ച എന്നും നിലനിൽക്കുന്നു. ഖുർആനെന്നും സത്യത്തിന്റെ മതമാണ് പഠിപ്പിച്ചത്. ഖുർആനെന്നും സമാധാനത്തിന്റെ വഴിയാണ് പഠിപ്പിച്ചത്. ഖുർആനെന്നും സഹിഷ്ണുതയാണ് പഠിപ്പിച്ചത്. ഖുർആനെന്നും സൽസ്വഭാവമാണ് പഠിപ്പിച്ചത്. ഖുർആൻ ഒരിക്കലും ഭീകരത പഠിപ്പിച്ചിട്ടില്ല. ഖുർആൻ ഒരിക്കലും അക്രമം പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിന്റെ സന്ദേശം ഇവിടെ സ്വീകരിച്ച മഹാന്മാർ, അവരാണ് നമുക്ക് ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് കണ്ടില്ലേ? അല്ലാഹു നമ്മളോട് പഠിപ്പിക്കുന്നു, പറയുന്നു ഇന്നാ നഹ്നു നസ്സൽന الذിക്റ. ഖുർആൻ അവതരിപ്പിച്ചത് നമ്മളാണ്, അല്ലാഹുവാണ് ഖുർആൻ അവതരിപ്പിച്ചത്. വഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ആ ഖുർആനിനെ നമ്മൾ തന്നെ സൂക്ഷിക്കുകയും ചെയ്യും. തീർച്ചയായും ആ ഖുർആനെ നമ്മൾ സംരക്ഷിക്കും. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാം.
وبقاء القرآن وبقاء القرآن